നമസ്കാരം. ന്യൂസ് അറ്റ് 11 PM-ലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ മാനേജർ സുനിൽ രാജ് എന്ന അപ്പുണ്ണി അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഇന്ന് ഹാജരായേക്കില്ല. നോട്ടീസ് ലഭിക്കാത്തതിനാലാണ് ഹാജരാകാത്തതെന്ന് അപ്പുണ്ണിയുടെ അഭിഭാഷകൻ അറിയിച്ചു. ഒളിവിലായതിനാലാണ് നോട്ടീസ് നൽകാത്തതെന്ന അന്വേഷണ സംഘത്തിന്റെ നിലപാട്. അപ്പുണ്ണിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിയിരുന്നു. അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാൻ ഹൈക്കോടതി അപ്പുണ്ണിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി നികേഷ് ചേരുകയാണ്. നികേഷ്, അപ്പുണ്ണി ഇന്ന് ഹാജരാകുമെന്നുള്ള സൂചനകളായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഹാജരാകില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അന്വേഷണ സംഘത്തിന് മുമ്പാകെ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി ഇന്ന് ഹാജരാകില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഹാജരാകണമെന്ന് കാണിച്ച് അന്വേഷണ സംഘം ഇതുവരെ നോട്ടീസ് നൽകിയില്ലെന്നാണ് അപ്പുണ്ണിയുടെ അഭിഭാഷകൻ അറിയിക്കുന്നത്. CRPC 160 പ്രകാരം ഇത്തരത്തിൽ ഒരു നോട്ടീസ് നൽകേണ്ടതുണ്ട്. അന്വേഷണ സംഘത്തിന് മുമ്പാകെ കേസുമായി ബന്ധപ്പെട്ട് ഹാജരാകി മൊഴി നൽകണമെങ്കിൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് വിധേയമാകണമെങ്കിൽ ഇത്തരത്തിൽ ഒരു നോട്ടീസ് നൽകണം. നോട്ടീസ് ഇത്തരത്തിൽ അന്വേഷണ സംഘം നൽകിയില്ലെന്നാണ് അപ്പുണ്ണിയുടെ അഭിഭാഷകൻ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം അപ്പുണ്ണിയുടെ മുൻകൂർ ജാമ്യ ഹർജി കോടതി തള്ളിയിരുന്നു. ഈ കേസിൽ ഇതുവരെ അപ്പുണ്ണിയെ പ്രതി ചേർത്തിട്ടില്ലെന്നും കോടതിയെ പ്രോസിക്യൂഷൻ അറിയിച്ചിരുന്നു. കുറ്റം ചെയ്തില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഹാജരാകാൻ മടിക്കുന്നതെന്നുള്ളൊരു സുപ്രധാനമായ ഒരു ചോദ്യം അപ്പുണ്ണിയോട് ഹൈക്കോടതി ചോദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഹൈക്കോടതി പറഞ്ഞത് എത്രയും പെട്ടെന്ന് അപ്പുണ്ണി അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകണമെന്ന് ഹൈക്കോടതി അറിയിച്ചിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇന്ന് ഒരുപക്ഷെ അപ്പുണ്ണി അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകാൻ സാധ്യതയുണ്ട് എന്ന് പൊതുവിൽ വിലയിരുത്തപ്പെട്ടിരുന്നത്. പക്ഷേ ഇത്തരത്തിൽ നോട്ടീസ് ലഭിക്കാത്തതിനാൽ ഇന്ന് അപ്പുണ്ണി ഹാജരായേക്കില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടാം ഘട്ടത്തിൽ പറഞ്ഞു കേട്ട ഒരു പേരായിരുന്നു ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയുടേത്. പൾസർ സുനി ജയിലിൽ നിന്ന് ദിലീപിനെ ബന്ധപ്പെടുന്നതിനായി അപ്പുണ്ണിയുടെ ഫോണിൽ വിളിച്ചിരുന്നു. ഈ ഘട്ടത്തിലാണ് അപ്പുണ്ണിയുടെ പേര് ഈ കേസുമായി പറഞ്ഞു കേൾക്കുന്നത്. അതോടൊപ്പം തന്നെ ദിലീപ് കഴിഞ്ഞ മാസം 10-നാണ് അറസ്റ്റിലാകുന്നത്. ഈ ഘട്ടത്തിലാണ് അപ്പുണ്ണി ഒളിവിൽ പോകുന്നത്. അപ്പുണ്ണിക്കായി സംസ്ഥാനത്തിനകത്തും പുറത്തും പോലീസ് വ്യാപകമായ തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷെ അപ്പുണ്ണിയെ കണ്ടെത്താനായില്ല. ഈ സാഹചര്യത്തിൽ അപ്പുണ്ണി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അപ്പുണ്ണിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ ഇന്നൊരു പക്ഷെ അപ്പുണ്ണി ഹാജരാകുമെന്നാണ് പരക്കെ കരുതപ്പെട്ടിരുന്നത്. ഇത്തരത്തിൽ നോട്ടീസ് ലഭിക്കാത്തതിനാൽ ഇന്ന് അപ്പുണ്ണിക്ക് ഹാജരാകേണ്ട എന്നാണ് അഭിഭാഷകനിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. അതായത് സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടി രക്ഷപ്പെടാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്ന് വേണ്ട മനസ്സിലാക്കാൻ. എന്താണ് ഇതിൽ ഒരുപക്ഷെ സാങ്കേതിക കാണിച്ച് ചോദ്യം ചെയ്യലിൽ നിന്ന് തൽക്കാലത്തേക്ക് അപ്പുണ്ണിക്ക് മാറി നിൽക്കാനാകും. പക്ഷേ പോലീസ് ഇതിനെ മറികടക്കാനുള്ള മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. കാരണം അപ്പുണ്ണിയുടെ വീട്ടിൽ നോട്ടീസ് നൽകിക്കൊണ്ട് അപ്പുണ്ണിയോട് ഹാജരാകാൻ ആവശ്യപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. എങ്കിലും ഈ കേസിലെ ഒരു നിർണായകമായ വ്യക്തി എന്ന നിലയിൽ അപ്പുണ്ണിയെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കാൻ അന്വേഷണ സംഘത്തിന് ഒരു തരത്തിലും കഴിയില്ല. കാരണം ദിലീപിന്റെ പണമിടപാട് സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ അറിയുന്നത് അപ്പുണ്ണിക്കാണ്. അതുകൊണ്ട് തന്നെ അപ്പുണ്ണിയെ ഈ കേസിൽ ചോദ്യം ചെയ്തേ മതിയാകൂ. കൂടാതെ ഈ കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ദിലീപും പൾസർ സുനിയും തമ്മിൽ നടന്ന പണമിടപാട് സംബന്ധിച്ച് അപ്പുണ്ണിക്ക് വിവരമുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് ഇതുവരെ ലഭിച്ചിരിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഗൂഢാലോചനയിലും ആസൂത്രണത്തിലും അപ്പുണ്ണിക്ക് പങ്കുണ്ടതായി അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിരുന്നു. ഈ കേസിൽ ഇനി ഏറ്റവും നിർണായകമാവുന്നത് അപ്പുണ്ണിയെ ചോദ്യം ചെയ്യുക എന്നത് തന്നെയാണ്. പക്ഷെ അപ്പുണ്ണിയെ സംബന്ധിച്ച് അപ്പുണ്ണി പിടിയിലായാൽ മാത്രമേ ഈ കേസിൽ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പോലീസിന് പ്രവേശിക്കാനാവൂ. സ്വാഭാവികമായും അപ്പുണ്ണിയുടെ ചോദ്യം ചെയ്യലിൽ ഏതെങ്കിലും തരത്തിൽ അപ്പുണ്ണിക്ക് ഇതിന്റെ കേസിന്റെ ഗൂഢാലോചനയിലും ആസൂത്രണത്തിലും പങ്കുണ്ടെന്ന് തെളിച്ചാൽ അപ്പുണ്ണിയുടെ അറസ്റ്റിലേക്കും അന്വേഷണ സംഘം കടക്കുന്നതായിരിക്കും. അഞ്ജു. ശരി നികേഷ്. അതുപോലെ തന്നെ പുതുമുഖ നടിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് ഹണിബി 2 സിനിമയുടെ സംവിധായകൻ ജീൻ പോളിനും നടൻ ശ്രീനാഥ് ഭാസിക്കുമെതിരായ അന്വേഷണത്തിൽ ഒരുപക്ഷെ സിനിമയുടെ സെൻസർ ചെയ്യാത്ത കോപ്പി പരിശോധിക്കുന്ന
വിവരം കൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. ആ നടപടിക്രമങ്ങൾ എപ്പോൾ ആരംഭിക്കും? ഈ കേസുമായി ബന്ധപ്പെട്ട് പനങ്ങാട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. കേസിൽ ഹണിബി 2 ചിത്രത്തിന്റെ സംവിധായകൻ ജീൻ പോൾ, അതോടൊപ്പം നടൻ ശ്രീനാഥ് ഭാസി, ചിത്രത്തിന്റെ സാങ്കേതിക പ്രവർത്തകരായ അനൂപ്, അനിരുദ്ധ് എന്നിവരാണ് പ്രതികളായിട്ടുള്ളത്. അതായത് നികേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക് പോകുന്നു. തിരുവനന്തപുരത്ത് കോടിയേരിയുടെ വീട് ആക്രമിച്ചത് 8-അംഗ സംഘമെന്ന് പോലീസ്. 4 ബൈക്കുകളിലായി എത്തിയ സംഘത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭ്യമായി. ദൃശ്യങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടു. ഷീജ തരും കൂടുതൽ വിവരങ്ങൾ. ഷീജ, വിശദാംശങ്ങൾ. അഞ്ജു, പ്രധാനമായും കഴിഞ്ഞ ദിവസം പുലർച്ചെ 3:12 കൂടിയാണ് ഇത്തരത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും അദ്ദേഹത്തിന്റെ മകൻ ബിനീഷ് കോടിയേരിയും താമസിക്കുന്ന മരുതൻകുഴിയിലെ വീടിന് സമീപത്തുള്ള ഈ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ വ്യക്തമായും 3:12 കൂടി ഇത്തരത്തിൽ 4 ബൈക്കുകളിലായി 8-അംഗ സംഘം ഈ വീടിന് സമീപത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്നലെ മുതൽ പോലീസ് അന്വേഷണവും ഊർജിതമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 3 പേരെയാണ്, ഈ സംഘത്തിലുള്ള 3 പേരെ പോലീസ് ഇതിനോടകം തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മറ്റുള്ളവർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ്. അവരും ഉടൻ പോലീസ് കസ്റ്റഡിയിലാകും എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ചും ഈ CCTV ദൃശ്യങ്ങളിൽ ഇവർ 4 ബൈക്കുകളിലായി എത്തുന്ന ദൃശ്യങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ വരുന്ന വഴിക്കുള്ള മുഴുവൻ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുകയായിരുന്നു. തുടർന്നാണ് ഈ രീതിയിൽ ഇവരെ തിരിച്ചറിയുന്നതിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നത്. ഏതായാലും IG മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. മറ്റുള്ളവരും ഉടൻ കസ്റ്റഡിയിലാകും എന്ന് തന്നെയാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. അഞ്ജു, ശരി, വ്യക്തമാണ്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. പന്തളം കുറമ്പാലയിൽ CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ RSS ആക്രമണം. ലോക്കൽ കമ്മിറ്റി ഓഫീസായ TS രാഘവൻ പിള്ള സ്മാരക മന്ദിരത്തിന് നേരെ ഇന്നലെ രാത്രിയായിരുന്നു ആക്രമണം. 9 RSS പ്രവർത്തകർക്ക് നേരെ പന്തളം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടെയായിരുന്നു സംഭവം. സംഘടിച്ചെത്തിയ അക്രമികൾ ഓഫീസ് എറിഞ്ഞു തകർത്ത ശേഷം വാതിൽ പൊളിച്ച് അകത്ത് കടന്ന ഓഫീസിലെ ഫർണിച്ചറുകളും ഫയലുകളും നശിപ്പിച്ചു. ശരത് തുണ്ടിൽ, ഉല്ലാസ്, ചെമ്പൻ എന്ന മനു, വിനീഷ്, രാജേന്ദ്രൻ, കുറ്റിവിള അജി, രഞ്ജിത്ത്, മനോഹരൻ, മിഥുൻ ശ്രീ തുടങ്ങിയ 9 RSS പ്രവർത്തകർക്ക് നേരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൊടിമരം മറിഞ്ഞടക്കുന്നു, പാർട്ടി ഓഫീസിൽ മൊത്തം തകർത്തിട്ടിരിക്കുന്നു, അകത്തിരുന്ന ഫയലുകളും മൊത്തം വലിച്ചു കളഞ്ഞിരിക്കുന്നു, ഫീസ് ഊരി ലൈൻ കട്ടി കളഞ്ഞിട്ട് തീ ഫയൽ കത്തിച്ച് കളയുന്ന അവസ്ഥ ഉണ്ടായി. ഇന്നലെ പന്തളത്ത് നടന്ന പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് ആണ് ഇന്നലെ മൊത്തം നടത്തിയിട്ടുള്ളത്. അത് കൃത്യമായിട്ട് നമ്മൾ അറിയുകയും ചെയ്യാറൊക്കെയാണ്. ഇന്നലെ വൈകിട്ട് പന്തളത്ത് CPM പ്രതിഷേധ പ്രകടനത്തിന് നേരെയും ചെറിയ തോതിൽ RSS അക്രമമുണ്ടായിരുന്നു. അതിനു തുടർച്ചയായാണ് രാത്രിയിൽ കുറമ്പാലയിൽ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ അക്രമം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. തലസ്ഥാന നഗരിയിൽ നടന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് സുരക്ഷ ശക്തമാക്കി. അക്രമികളെ പിടികൂടാൻ റേഞ്ച് IG മനോജ് എബ്രഹാം തലവനായി പ്രത്യേക സംഘം പ്രവർത്തനം ആരംഭിച്ചു. സംശയം തോന്നുന്ന വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കാൻ IG-യുടെ നിർദ്ദേശം. സുരക്ഷയ്ക്കായി 450ഓളം സായുധ പോലീസ് സംഘത്തെയാണ് നഗരത്തിൽ വിന്യസിച്ചത്. തലസ്ഥാന നഗരത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അക്രമികളെ കണ്ടെത്താനുള്ള റെയ്ഡുകൾക്ക് ഇന്നലെ രാത്രിയോടെ തുടക്കം കുറിച്ചത്. റെയ്ഡ് നടത്തുന്നതിനായി നഗരത്തിലെ 4 അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിൽ 48-അംഗ പ്രത്യേക പോലീസ് സംഘം പ്രവർത്തനം ആരംഭിച്ചു. കൂടാതെ അടുത്ത 3 ദിവസത്തേക്ക് ഇരുചക്രവാഹനങ്ങൾ പ്രത്യേകം പരിശോധിക്കാനും സംശയം തോന്നുന്ന വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കാനുമാണ് IG മനോജ് എബ്രഹാം നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്നാൽ കുടുംബമായി യാത്ര ചെയ്യുന്ന യാത്രികർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നും അദ്ദേഹം പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെ വീടുകൾ ആക്രമിച്ചവരെ ഉടൻ പിടികൂടണമെന്നാണ് സർക്കാർ പോലീസിന് നൽകിയിരിക്കുന്ന ഉത്തരവ്. അക്രമികൾ സംസ്ഥാനം വിട്ടു പോകാതിരിക്കാൻ അതിർത്തി പ്രദേശങ്ങളിലെ ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക പരിശോധനയും നടക്കുന്നുണ്ട്. അക്രമം വീണ്ടും ആരംഭിക്കുകയാണെങ്കിൽ നേതാക്കളെ കരുതൽ തടങ്കലിൽ വെക്കാനും പോലീസിന് പദ്ധതിയുണ്ട്. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതിനാൽ നഗരത്തിൽ പ്രകടനങ്ങൾക്കും പൊതുയോഗത്തിനും വിലക്കുണ്ട്. MG കോളേജിലെ SFI-ക്കാരെ ആക്രമിച്ച സംഭവത്തിൽ 4 ABVP പ്രവർത്തകരെ പേരൂർക്കട പോലീസ് പിടികൂടി. ഗോകുൽ, നന്ദു, അഭിനന്ദ്, അജേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. നഗരത്തിൽ സമാധാന ജീവിതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചതായി ലോക്നാഥ് ബെഹ്റ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. സംയമനം പാലിക്കണമെന്ന് ഇരുവിഭാഗം പാർട്ടി പ്രവർത്തകരോടും അദ്ദേഹം അഭ്യർത്ഥിച്ചു. BJP അതിക്രമമുണ്ടായ സ്ഥലങ്ങൾ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സന്ദർശിച്ചു. അറസ്റ്റിലായ IP ബിനുവിനെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതറിഞ്ഞ് നിരവധി ആളുകളാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ തടിച്ചുകൂടിയത്. പാർട്ടി എടുക്കുന്ന ഏത് നടപടിയും ശിരസാവഹിക്കുമെന്ന് ബിനു മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
PU ചിത്രയ്ക്ക് അനുകൂലമായ ഹൈക്കോടതി വിധി അട്ടിമറിക്കാൻ നീക്കം. സാങ്കേതിക തടസ്സങ്ങൾ ചൂണ്ടിക്കാട്ടി ലണ്ടനിലേക്കുള്ള യാത്ര വൈകിപ്പിക്കാനാണ് ശ്രമം. ഓരോ മണിക്കൂറുകൾ വൈകുന്തോറും ചിത്രയുടെ സാധ്യതകൾ മങ്ങുകയാണ്. വിവരങ്ങളുമായി മനു ശങ്കരൻ ചേരുന്നു. മനു, ഒരുപക്ഷെ ചിത്രയ്ക്ക് ഹൈക്കോടതിയുടെ അനുകൂലമായ വിധി എത്തിയിട്ടുണ്ടെങ്കിലും കേന്ദ്ര കായിക മന്ത്രിയും ഹൈക്കോടതിയുടെ വിധി അനുസരിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും പ്രായോഗികമായി ചില ബുദ്ധിമുട്ടുകൾ സാങ്കേതികമായി വരുത്തി ചിത്രയെ തടയാനായിരിക്കും ഒരുപക്ഷെ നീക്കം. എന്തൊക്കെയാണ് അവിടുത്തെ ഉള്ളറകൾ? ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ചിത്രയുടെ വാതിൽ അടയുക തന്നെയാണ്. അത്ലറ്റിക്സ് ഫെഡറേഷൻ ഇതുവരെയും PU ചിത്രയ്ക്ക് ഈ പങ്കെടുക്കാനുള്ള ടിക്കറ്റ് നൽകുന്നില്ല. ലോക അത്ലറ്റിക്സ് ഫെഡറേഷനുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും ചിത്രയ്ക്ക് യോഗ്യതയില്ല എന്ന് ഫെഡറേഷൻ കണ്ടെത്തിയത് എന്തടിസ്ഥാനത്തിലെന്നായിരുന്നു ഹൈക്കോടതി ചോദിച്ചത്. ഈ യോഗ്യത ഉണ്ടെങ്കിലും സാങ്കേതികമായി ചിത്രയെ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല എന്ന മറുപടി ഹൈക്കോടതിയിൽ നൽകി കോടതി നടപടികൾ നേരിടുക എന്ന നീക്കത്തിലേക്കാണ് ഇപ്പോൾ ഫെഡറേഷൻ കടക്കുന്നത്. ലോക അത്ലറ്റിക്സ് ഫെഡറേഷൻ മുമ്പാകെയും വേണമെങ്കിൽ ഇപ്പോഴും ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷന് യോഗ്യത PU ചിത്രയ്ക്ക് ഉണ്ടായിരുന്നു. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഉൾപ്പെടുത്താനായില്ല എന്ന് ചൂണ്ടിക്കാട്ടി നിലവിൽ അപ്പീൽ നൽകാം. അങ്ങനെ അപ്പീൽ നൽകിയാൽ സ്വാഭാവികമായും ലോക അത്ലറ്റിക്സ് ഫെഡറേഷൻ PU ചിത്രയെ ഉൾപ്പെടുത്താൻ സ്ക്രീനിംഗ് കമ്മിറ്റി അനുവാദം നൽകുകയും ചെയ്യും. പക്ഷേ ഇതുവരെയും ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഇത് സംബന്ധിച്ചുള്ള ഒരു നീക്കങ്ങളും നടത്തിയിട്ടില്ല. ഇപ്പോൾ നേരത്തെ ഒരു മുൻ താരത്തിനെയും സമാനമായ രീതിയിൽ ഉൾപ്പെടുത്താൻ തയ്യാറായിരുന്നില്ലെങ്കിലും പിന്നീട് ഇമെയിലിലൂടെ ഫെഡറേഷൻ ഉൾപ്പെടുത്താൻ തയ്യാറായിരുന്നു. സമാനമായ ഒരു നീതി PU ചിത്രയ്ക്ക് നൽകാൻ ഇതുവരെ ദേശീയ ഫെഡറേഷൻ നീക്കം നടത്തുന്നില്ല. ഇതോടൊപ്പം അനിൽ സുമരവിലെ ദേശീയ പ്രസിഡന്റ് കൂടിയായ ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷനിലെ പ്രസിഡന്റ് കൂടിയ അനിൽ സുമരവിലേക്കും ലോക അത്ലറ്റിക്സ് ഫെഡറേഷൻ അംഗത്വമുള്ളതാണ്. ഇദ്ദേഹത്തിന് നേരിട്ട് വേണമെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകാവുന്നതാണ്. പക്ഷേ ഇതുവരെ ഒരു നീക്കവും ഇത് സംബന്ധിച്ച് നടത്തിയിട്ടില്ല. നിലവിൽ സാങ്കേതികമായി കോടതി നടപടിയെ നേരിട്ട് PU ചിത്രയ്ക്കുള്ള അവസരം നിഷേധിക്കാൻ തന്നെയാണ് ഇപ്പോഴും ഫെഡറേഷന്റെ നീക്കം. അജിം ഷാ. ശരി മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. PU ചിത്രയ്ക്ക് അനുകൂലമായ ഹൈക്കോടതി വിധിയെ സാങ്കേതികതയുടെ പേരിൽ അട്ടിമറിക്കാനാണ് പുതിയ നീക്കം നടക്കുന്നതിൻ്റെ വിശദാംശങ്ങളാണ് മനു ശങ്കരൻ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. സ്വകാര്യ മേഖലയിലെ കൂട്ടപ്പിരിച്ചുവിടലിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി ഇടത് യുവജന സംഘടനകൾ. സ്വകാര്യ മേഖലയിലെ തൊഴിൽ നിയമങ്ങൾ ദുർബലപ്പെടുത്താനുള്ള സർക്കാർ നീക്കം അവസാനിപ്പിക്കണമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. തൊഴിൽ വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ നരേന്ദ്രമോദി സർക്കാർ പരാജയപ്പെട്ടെന്നും സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടുന്നു. IT മേഖലയിൽ ഉൾപ്പെടെ സ്വകാര്യ കമ്പനികളിൽ തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിൽ വൻ വർധനവുണ്ടായ സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഉൾപ്പെടുത്തിയുള്ള പ്രതിഷേധം ശക്തമാക്കാൻ SFI, DYFI സംഘടനകളുടെ തീരുമാനം. നിയമന നിരോധനം അവസാനിപ്പിച്ച് സർക്കാർ മേഖലയിൽ ഒഴിവുകൾ നികത്തണമെന്നും സ്ഥിരം ജോലികളിൽ പുറം കരാർ വഴിയുള്ള നിയമനങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഇടത് യുവജന സംഘടനകൾ ആവശ്യപ്പെട്ടു. തൊഴിൽ നിയമങ്ങളെ ദുർബലപ്പെടുത്താനുള്ള സർക്കാർ നീക്കം അവസാനിപ്പിക്കണമെന്ന് കൺവെൻഷനിൽ പങ്കെടുത്ത് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. सवाल ये है कि भारत के अंदर आज रोजगार बढ़ाने के लिए एक रास्ता है और वो रास्ता है सरकार निवेश करे अपने इंफ्रास्ट्रक्चर बनाने में. साधनों की कमी नहीं है सरकार को और उस साधन को जुटाकर ये इंफ्रास्ट्रक्चर बनाने में इन्वेस्ट करेगी तो तब नए नौकरियों की सृष्टि होगी और तब एक नया भारत बनाने के रास्ते पे हम जा सकते हैं. പ്രതിവർഷം 2 കോടി പുതിയ തൊഴിലവസരം വാഗ്ദാനം ചെയ്ത നരേന്ദ്രമോദി സർക്കാർ വാഗ്ദാന ലംഘനങ്ങൾ മറയ്ക്കാനാണ് മേക്ക് ഇൻ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ തുടങ്ങിയ പൊള്ളയായ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നതെന്നും സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ദുരന്ത നിവാരണത്തിന് ജനങ്ങളെ സജ്ജരാക്കാനൊരുങ്ങി കോഴിക്കോട് കക്കോടി ഗ്രാമപഞ്ചായത്ത് മാതൃകയാകുന്നു. സംസ്ഥാന സർക്കാരിന്റെ കമ്മ്യൂണിറ്റി റെസ്ക്യൂ വോളണ്ടിയർ സ്കീമിൽ 101 പേരാണ് പരിശീലനത്തിന് തയ്യാറെടുക്കുന്നത്. പദ്ധതിയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം മന്ത്രി KT ജലീൽ നിർവഹിച്ചു. അടുക്കളയിലെ ഗ്യാസ് സിലിണ്ടറിന് തീപിടിച്ചാൽ എന്ത് ചെയ്യണമെന്നറിയാത്തവർക്ക് മുന്നിൽ തീയണച്ചും ഉയരം കൂടിയ കെട്ടിടത്തിൽ കുടുങ്ങിയവരെ പരിക്കേൽക്കാതെ താഴെയിറക്കിയും ദുരന്ത നിവാരണത്തിന്റെ ബാലപാഠങ്ങൾ നാട്ടുകാരുടെ സഹകരണത്തോടെ അവതരിപ്പിച്ചാണ് കമ്മ്യൂണിറ്റി റെസ്ക്യൂ വോളണ്ടിയർ പദ്ധതിയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം കക്കോടിയിൽ നടന്നത്. കക്കോടി ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിൽ നിന്ന് 5 പേർ എന്ന നിലയിൽ 101 പേരാണ് പദ്ധതിയിൽ പരിശീലനത്തിനൊരുങ്ങുന്നത്. ഒരാഴ്ച നീളുന്നതാണ് പരിശീലനം. വെള്ളിമാട് 1 ഫയർ സ്റ്റേഷനുമായി സഹകരിച്ചാണ് പഞ്ചായത്ത് പദ്ധതി നടപ്പാക്കുന്നത്. അടുത്ത വർഷം മുതൽ തദ്ദേശ സ്ഥാപനങ്ങൾ പരിശീലനത്തിനായി തുക വകയിരുത്തുമെന്ന് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച മന്ത്രി KT ജലീൽ പറഞ്ഞു. കമ്മ്യൂണിറ്റി റെസ്ക്യൂ വോളണ്ടിയർ സ്കീം നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും നടത്തുന്നതിന് അടുത്ത സാമ്പത്തിക വർഷം അതിന് പണം നീക്കിവെക്കുന്നതിനുൾപ്പെടെ മാർഗരേഖയിൽ പ്രൊവിഷൻ ഉൾക്കൊള്ളിക്കുന്നതിന് സർക്കാർ തലത്തിൽ ശ്രമങ്ങളുണ്ടാകും. സ്ത്രീകൾക്കും പദ്ധതിയുടെ ഭാഗമായി പരിശീലനം ലഭ്യമാക്കണമെന്ന് ആവശ്യമുയർന്നു. അടുത്ത ഘട്ടത്തിൽ കുടുംബശ്രീ സഹകരണത്തോടെ കൂടുതൽ പേരെ
കമ്മ്യൂണിറ്റി റെസ്ക്യൂ ടീമിന്റെ ഭാഗമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കോഴിക്കോട് അഗ്നിരക്ഷാസേന അസിസ്റ്റന്റ് ഡിവിഷണൽ ഓഫീസർ അരുൺ ഭാസ്കർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. AK ശശീന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ജനപ്രതിനിധികൾ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിദൂര വനഗ്രാമങ്ങളിലെ ആദിവാസി വിദ്യാർത്ഥികൾക്കായി വയനാട് മുള്ളംകൊല്ലിയിൽ നിർമ്മിക്കുന്ന ട്രൈബൽ ഹോസ്റ്റൽ നിർമ്മാണം പാതിവഴിയിൽ. 2014 ആരംഭിച്ച പദ്ധതി ഇതുവരേക്കും പൂർത്തിയാക്കാനായിട്ടില്ല. കൺസ്ട്രക്ഷൻ കോർപ്പറേഷനെയാണ് നിർമ്മാണ ചുമതല ഏൽപ്പിച്ചത്. ഇവർ മറ്റൊരു കരാറുകാരന് കൈമാറി. പുൽപ്പള്ളി മുള്ളൻകുലി പ്രദേശത്തെ നിരവധി വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടേണ്ട പദ്ധതി എന്നാൽ പാതി വഴിയിൽ അവസാനിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനായുള്ള പദ്ധതികളിൽ ഉൾപ്പെടുത്തിയായിരുന്നു ഹോസ്റ്റലിന്റെ നിർമ്മാണം. അതിനുശേഷം വളരെ ഇഴഞ്ഞു നീങ്ങുന്ന രീതിയിൽ 2.5 വർഷമായിട്ട് ഈ പ്രവൃത്തി ഇതിൻ്റെ മെയിൻ സ്ട്രക്ചർ പോലും തീരാത്ത സാഹചര്യത്തിലാണുള്ളത്. ഗോത്രസാരഥി പോലുള്ള ഒത്തിരി പദ്ധതികൾ ഗവൺമെൻറ് ആദിവാസി വിദ്യാർത്ഥികളുടെ സമഗ്രമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോഴും ഈ ഹോസ്റ്റൽ സമയബന്ധിതമായി പൂർത്തീകരിച്ചാൽ മാത്രം 80ഓളം കുട്ടികൾക്ക് ഇവിടെ താമസിച്ച് പഠിക്കാനുള്ള സാഹചര്യം. 4,25 ലക്ഷം രൂപ വകയിരുത്തിയ പദ്ധതിയാണ് കരാറുകാർ വൈകിപ്പിക്കുന്നത്. ആദിവാസി ക്ഷേമ പദ്ധതികളിൽ കഴിഞ്ഞ സർക്കാർ കാണിച്ച അലംഭാവത്തിന്റെ ശേഷിപ്പുകളിൽ ഒന്നാണ് ഇതും. ട്രൈബൽ വകുപ്പ് ഇടപെട്ട് നിർമ്മാണം വേഗത്തിലാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, വയനാട്. ഇന്ന് ലോക കടുവാ ദിനം. ലോകത്ത് ജീവനോടെയുള്ള കടുവകളിൽ 70% ഇന്ത്യയിലാണെന്ന് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കടുവാ സംരക്ഷണത്തിൽ നാം സ്വീകരിച്ച കർശന നടപടികളാണ് ഈ നേട്ടത്തിലേക്ക് രാജ്യത്തെ നയിച്ചത്. ലോകത്തെ തന്നെ പ്രധാന ടൈഗർ റിസർവായ മഹാരാഷ്ട്രയിലെ തഡോബ കടുവാ സങ്കേതത്തെക്കുറിച്ച് കൈരളി TV തൃശൂർ ബ്യൂറോ ക്യാമറാമാൻ PP സലീം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. റേസ് അവയർനെസ് ഫോർ ടൈഗർ കൺസർവേഷൻ എന്നതാണ് ഈ വർഷത്തെ കടുവാ ദിന സന്ദേശം. തുകലിനും നഖങ്ങൾക്കുമായി വേട്ടയാടൽ വ്യാപകമായതോടെ ഭൂമുഖത്ത് നിന്ന് കടുവകൾ അപ്രത്യക്ഷമാവും എന്ന ഘട്ടത്തിലാണ് ഇവയുടെ സംരക്ഷണത്തിനായി ശ്രമങ്ങൾ ആരംഭിച്ചത്. 2006 കണക്കുകൾ പ്രകാരം 1041 കടുവകൾ മാത്രമാണ് രാജ്യത്ത് ഉണ്ടായിരുന്നത്. ഒരു പതിറ്റാണ്ടിന് ശേഷം ഈ സംഖ്യ ഇരട്ടിയിലധികമായി ഉയർന്നത് ഏറെ അഭിമാനകരമാണ്. കടുവ സംരക്ഷണത്തിൽ വിദേശ രാജ്യങ്ങൾക്ക് പോലും മാതൃകയാവുന്നതാണ് മഹാരാഷ്ട്രയിലെ തഡോബ ടൈഗർ റിസർവ്. വർഷം തോറും കടുവകളുടെ എണ്ണം ഈ തഡോബ അന്തരി റിസർവർ കൂടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സഞ്ചാരികളുടെ എണ്ണം ആയിരക്കണക്കിന് എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്നു. കടുവകളെ കാണുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക ഫീലിംഗ് നമുക്ക് ഇവിടെ മാത്രമേ കിട്ടുന്നുള്ളൂ. മഹാരാഷ്ട്രയിലെ ചന്ദ്രാപൂർ ജില്ലയിലാണ് 625 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ കടുവകളെ സംരക്ഷിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ 50 കടുവാ സങ്കേതങ്ങളിൽ 5ാം സ്ഥാനമാണ് തഡോബ കടുവാ സങ്കേതത്തിന് ഉള്ളത്. തഡോബ ടൈഗർ പാർക്കിൽ നിന്നും കൈരളി TVക്ക് വേണ്ടി PP സലീം. KP രാമനുണ്ണിക്കും ദീപ നിശാന്തിനിക്കും എതിരായ വർഗീയ തീവ്രവാദ ശക്തികളുടെ ഭീഷണിക്കെതിരെ DYFI നേതൃത്വത്തിൽ കോഴിക്കോട് യുവജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. സർഗാത്മകതയുടെ സ്വാതന്ത്ര്യത്തിന് കാവലാളാവുക എന്ന മുദ്രാവാക്യമുയർത്തി നടന്ന പരിപാടി DYFI സംസ്ഥാന പ്രസിഡന്റ് AN ഷംസീർ MLA ഉദ്ഘാടനം ചെയ്തു. KP രാമനുണ്ണി എന്നിവർ സംസാരിച്ചു. DYFI ജില്ലാ ഭാരവാഹികളായ P നിഖിൽ, SK സജീഷ് എന്നിവരും സംബന്ധിച്ചു. CBSE ഇന്റർ സ്കൂൾ കലാമത്സരം എറണാകുളം വടുതല ചിന്മയ വിദ്യാലയത്തിൽ കൊച്ചി DCP യതീഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ S ശ്രീശാന്ത് മുഖ്യാതിഥിയായിരുന്നു. മുഹമ്മദ് ഹനീഷ്, VN വേണുഗോപാൽ, പ്രിൻസിപ്പൽ ഊർമിള രഞ്ജിത്ത് എന്നിവർ സംബന്ധിച്ചു. ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള D സിനിമാസിന്റെ ഭൂമി കയ്യേറ്റം അന്വേഷിക്കാൻ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ദിൽജിത്ത് ചേരുന്നു. ദിൽജിത്ത്, വിജിലൻസ് കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണോ വിജിലൻസ് അന്വേഷിക്കാൻ പോകുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അജിംഷാദ്, ദിലീപിന്റെ D സിനിമാസിന്റെ നിർമ്മാണത്തിനായി സർക്കാർ ഭൂമി കയ്യേറിയെന്ന് ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകനായ PD ജോസഫാണ് തൃശൂർ വിജിലൻസ് കോടതിയിൽ പരാതി സമർപ്പിച്ചത്. ഈ പരാതി പരിഗണിച്ച കോടതി കേസിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ ഇപ്പോൾ തൃശൂർ വിജിലൻസ് DYSPയോട് ഉത്തരവിട്ടിരിക്കുന്നത്. പരാതിയിലെ പ്രധാനമായ ആരോപണം 80 സെന്റിൽ പ്രവർത്തിക്കുന്ന D സിനിമാസിന്റെ നിർമ്മാണത്തിനായി 35 സെന്റ് പുറമ്പോക്ക് ഭൂമി, അത് പുറമ്പോക്ക് തോട് കയ്യേറി
അത് അനധികൃതമായി അവിടെ കെട്ടിട നിർമ്മാണം നടത്തുകയും അവിടെയാണ് ഇപ്പോൾ ഡി സിനിമാസ് പ്രവർത്തിച്ചു വരുന്നത് എന്നുമാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഭൂമി ഇവിടെ പതിച്ചു കൊടുക്കുന്നതും അത് സംബന്ധിച്ച് മുൻപ് ഈ ഭൂമി സംബന്ധിച്ച് ഉണ്ടായ പരാതിയിൽ അന്വേഷണം നടത്തിയ തൃശൂർ ജില്ലാ കളക്ടറായിരുന്ന MS ജയ അതോടൊപ്പം ദിലീപ് എന്നീ രണ്ടുപേരെ പ്രതി ചേർത്തുകൊണ്ടാണ് അല്ലെങ്കിൽ അവർക്കെതിരെയാണ് അവരാണ് ഈ കേസിൽ എതിർകക്ഷികളായി ഉള്ളത്. ഇവർക്കെതിരെയാണ് ദിലീപിനും MS ജയക്കും എതിരെയാണ് ഇപ്പോൾ തൃശൂർ വിജിലൻസ് കോടതി അന്വേഷണം നടത്താൻ തൃശൂർ വിജിലൻസ് ഡിവൈഎസ്പിക്ക് ഉത്തരവിട്ടിരിക്കുന്നത്. അതോടൊപ്പം പരാതിക്കാരൻ ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന മറ്റൊരു കാര്യം കലാഭവൻ മണിയുടെ സ്വത്തുവകകൾ ദിലീപുമായുള്ള കൂട്ട് ബിസിനസ് ഉണ്ടായിരുന്നു. അത്തരത്തിൽ കലാഭവൻ മണിയുടെ സ്വത്തുക്കൾ ഡി സിനിമാസിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യവും ഇതോടൊപ്പം പരിശോധിക്കണമെന്നും അന്വേഷിക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യം കൂടി ചേർത്ത് തൃശൂർ വിജിലൻസ് ഡിവൈഎസ്പിയോട് അന്വേഷിച്ച് സെപ്റ്റംബർ 13 റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. തീർച്ചയായും, അതായത് കഴിഞ്ഞ ദിവസം പീപ്പിൾ TV ആണ് റിപ്പോർട്ട് ചെയ്തത്. അതിനെ തുടർന്ന് 6.67 ഏക്കർ മിച്ചഭൂമി, അതായത് ഭൂപരിഷ്കരണ ചട്ടങ്ങൾ മറികടന്ന് ദിലീപ് കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ട നടപടികളുണ്ടായി. അങ്ങനെയാണെങ്കിൽ തുടർന്ന് ഡി സിനിമാസിലെ ഈ ഇത്തരം പുറമ്പോക്ക് ഭൂമി കയ്യേറ്റം കൂടി വാർത്തയാകുമ്പോൾ ഒരുപക്ഷെ വിജിലൻസ് കോടതിയുടെ ഇടപെടലിൽ അത്തരം ഒരു അന്വേഷണം സാധ്യമാകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ദിലീപിന്റെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് പുറത്തേക്കെത്തുക? അജിംഷാദ്, തൃശൂർ ജില്ലയിൽ ചാലക്കുടിയിൽ ആണ് ഇത്തരത്തിൽ ഡി സിനിമാസിനായി 80 സെന്റിലധികം ഭൂമി ദിലീപ് വാങ്ങിക്കൂട്ടുകയും അതിനുശേഷം 2014 കൂടി തിയേറ്ററിന്റെ നിർമ്മാണം പൂർത്തിയാക്കി തിയേറ്ററിന് അനധികൃതമായി അനുമതി നേടിയെടുക്കുകയും ചെയ്തത്. മുൻപ് ഈ തിയേറ്റർ പ്രവർത്തിക്കുന്നത് സർക്കാർ ഭൂമിയിലാണെന്നും ഇത് തിയേറ്ററിന്റെ നിർമ്മാണത്തിനായി 35 സെന്റ് ഭൂമി കയ്യേറിയിട്ടുണ്ട് എന്നും ചൂണ്ടിക്കാട്ടി 3 പേർ പരാതി നൽകിയിരുന്നു. അഭിഭാഷകനായ അയൂബ് ഖാൻ, അതോടൊപ്പം KV സന്തോഷ്, ബാബു ജോസഫ് എന്നീ 3 പരാതിക്കാരാണ് ഈ കേസിൽ മുമ്പ് പരാതി നൽകിയിട്ടുള്ളത്. ഈ 3 പരാതിക്കാരുടെയും പരാതിയിൽ ആദ്യഘട്ടത്തിൽ ആ സമയത്ത് തൃശൂർ ജില്ലാ കളക്ടറായിരുന്ന MS ജയയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണം, ആ അന്വേഷണത്തിൽ ദിലീപിന് അനുകൂലമായ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. വീണ്ടും പരാതികൾ സജീവമായപ്പോൾ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടന്ന ഒരു അന്വേഷണം നടക്കുകയും ആ അന്വേഷണത്തിൽ കയ്യേറ്റം സ്ഥിരീകരിച്ച് ഉന്നതതല അന്വേഷണം വേണമെന്നൊരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നാൽ ഇതിൽ നടപടി ഉണ്ടാവാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് അറസ്റ്റിലായ സാഹചര്യത്തിൽ കേസിൽ വീണ്ടും അന്വേഷണം സജീവമായത്. റവന്യൂ മന്ത്രിയുടെ നേരിട്ടുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ തൃശൂരിലെ ജില്ലാ കളക്ടർ A കൗശികിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നു വന്നിരുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ തൃശൂർ ജില്ലാ കളക്ടർ റവന്യൂ മന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ കയ്യേറ്റം സ്ഥിരീകരിക്കുന്നതായുള്ള ഒരു പ്രാഥമിക റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഡി സിനിമാസിന്റെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നതിനായി റീസർവേ നടപടികൾ നടത്തിയിരുന്നു. ഇതിന്റെ റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സമർപ്പിക്കും ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുകയും ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ച ഒരു അന്തിമ റിപ്പോർട്ട് റവന്യൂ മന്ത്രിക്ക് കൈമാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് വരും ദിവസങ്ങളിൽ നിലനിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കപ്പെട്ട പരാതിയുടെ അടിസ്ഥാനത്തിൽ ദിലീപിനും അതോടൊപ്പം തൃശൂർ ജില്ലാ കളക്ടറായിരുന്ന MS ജയക്കുമെതിരെ ഡി സിനിമാസിന്റെ കയ്യേറ്റം സംബന്ധിച്ച് അന്വേഷിച്ച സെപ്റ്റംബർ 13 റിപ്പോർട്ട് നൽകാൻ തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. തീർച്ചയായും സമയബന്ധിതമായി, അതായത് സെപ്റ്റംബർ 13 ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുകൂടി കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട് ഡി സിനിമാസിന്റെ കാര്യത്തിൽ, അല്ലേ ദിൽജിത്ത്? തീർച്ചയായും ഇത്തരത്തിൽ പ്രത്യേകിച്ച് വളരെ ഗുരുതരമായ ഒരു ആരോപണം, അതും തൃശ്ശൂരിന്റെ ജില്ലാ കളക്ടറായിരുന്ന കളക്ടറുടെ സ്ഥാനം വഹിച്ചിരുന്ന MS ജയ എന്ന ഉദ്യോഗസ്ഥ അവർക്ക് നേരെ ഉണ്ടാകുന്ന ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇവരുടെ പങ്കാളിത്തം. അതോടൊപ്പം അനധികൃതമായി സർക്കാർ ഭൂമി കൈയേറുകയും അതോടൊപ്പം ആ ഭൂമിക്ക് കൈവശ അവകാശ രേഖകൾ സംഘടിപ്പിക്കുകയും അവിടെ തിയേറ്റർ അനധികൃതമായി നിർമ്മിക്കുകയും ആ തിയേറ്ററിന് പ്രവർത്തന അനുമതി നേടിയെടുക്കുകയും ചെയ്ത വലിയൊരു സംഭവം തന്നെയുണ്ട്. അത്തരത്തിൽ തെളിവുകളെല്ലാം തന്നെ ശേഖരിച്ച് ഈ സംഭവത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അത് കൃത്യത്തോടുകൂടി ആ സമയബന്ധിതമായി അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. ശരി, ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. ദിലീപിന്റെ ഡി സിനിമാസിന്റെ ഭൂമി കയ്യേറ്റം അന്വേഷിക്കാൻ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്, തൃശൂർ വിജിലൻസ് കോടതിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. സെപ്റ്റംബർ 13
അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ദിൽജിത്ത് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.